ഹലോ എവരിവൺ, ഇന്ന് ഞങ്ങൾ പോകുന്നു പിക്ചർ കാണാൻ. ഇന്ന് നമ്മളിവിടെ വ്ളോഗ് ചെയ്യാൻ വേറൊരു സ്പെഷ്യൽ ഗസ്റ്റും കൂടെ ഉണ്ട്. വേറെ ആരുമല്ല, അമ്മു. കബൺ പാർക്ക് UB സിറ്റി പിക്ചർ കാണാൻ മേഘ്ന ബിരിയാണി നമ്മള് വ്ളോഗില് വഴിയിലൂടെ കാണാം. നമ്മൾ പോവുകയാണ്. ചേച്ചിയും തയ്യാറായിരിക്കുന്നു. നമുക്ക് ഇറങ്ങാം. ഗൈസ്, അപ്പം നമ്മൾ സിനിമയ്ക്ക് പോവുകയാണ്. ഡ്രൈവർ Let's go. Okay guys, നമ്മള് ബോറടി മാറ്റാൻ വേണ്ടി നമ്മളൊരു ചളി സെക്ഷനിലേക്ക് കടക്കുകയാണ്. ഓക്കെ, ഞാൻ ഇവരോട് ചോദ്യം ചോദിക്കും, ഉത്തരം അറിയെങ്കിൽ നിങ്ങൾ പറയണം. ഓക്കെ ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ജീവിതത്തിൽ ഒറ്റപ്പെടലുണ്ടോ? ഉണ്ടോ? ഇല്ല ഇല്ല. ഒറ്റപ്പെടലുണ്ടെങ്കിൽ ഒരു സൈക്കിൾ കണ്ടിച്ചാൽ മതി. അതിന് 2 പെടലുണ്ടല്ലോ. ഓക്കെ, സമയത്ത് മുറിച്ചാൽ എന്താകും? 2 സമയം അല്ല, പിന്നെ ടൈം പീസ് ആകും. നെക്സ്റ്റ്, ഉറുമ്പിന്റെ അപ്പനെ എന്ത് വിളിക്കും? ഉറുമ്പപ്പൻ അല്ല, ആൻഡപ്പൻ. ഞാനെല്ലാം കറക്റ്റ് ആണല്ലോ, മലയാളത്തിൽ പറയുന്നേ. ഉറുമ്പപ്പൻ ഓക്കെ, ഉറുമ്പിനെ നമ്മൾ മുറിച്ചാൽ എന്താകും? ആൻഡപ്പൻ അല്ല, ആൻഡ് മുറി അല്ല, കട്ടുറുമ്പ്. കഷ്ടം. നെക്സ്റ്റ് എന്താ ചോദിക്കുക? കൊറേ ഇങ്ങനത്തെ പൊട്ട ചോദ്യം ഉണ്ടായിരുന്നു. ഓക്കെ, പെർഫോമൻസ് പ്രഷർ ആണോ? പെട്ടെന്ന് ചോദിക്കാൻ എന്താ? നീ പറ എത്ര ബുദ്ധി പറ. നമ്മള് പാർക്കിംഗ് ഏരിയയിൽ എത്തിയിരിക്കുന്നു. നമുക്കിനി പോകാം. സിനിമ കാണാൻ പോവുകയാണ്. സമയം വളരെ മോശമാണ്. ഞാൻ എപ്പോ നോക്കിയാലും കൈവക്കലേ ഉള്ളൂ. പോകാം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് പറ. നീ ആരെങ്കിലും പിടിക്ക്. കൊച്ചു വ്ളോഗ് എടുക്കുന്നു. എല്ലാരും അമ്മുനെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ തുടങ്ങുന്നില്ല യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇടാനാ. നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് കൂടാൻ വേണ്ടി ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതേ ഉള്ളൂ. എൻ്റെ ഇത്രയും നല്ല മനസ്സ് നിങ്ങൾ കാണണം. വാവ്, ഇത് കണ്ടോ? അടിപൊളി അല്ലേ? അതെ, ഞങ്ങള് വീണ്ടും കഴിഞ്ഞാൽ ചിരിക്കാനാ. അതെ. ഇനി 1 2 3. അമ്മേ, ഇനിയുണ്ടോ? തീർന്നോ? ലാസ്റ്റ് ഫ്ലോർ. ഇനി ഒരെണ്ണം കൊണ്ടുണ്ടോ? തുറന്നില്ലേ? നമ്മള് സ്കെച്ചേഴ്സില. ഇത് കാണുമ്പോൾ മനസ്സിലോട് വരുന്ന പാട്ട് ഏതാ? സ്കെച്ചേഴ്സ്. ഒരു പാട്ടുണ്ടല്ലോ, ലൈറ്റ് അപ്പ് സ്കെച്ചേഴ്സ്, ലൈറ്റ് അപ്പ് മൈ വേൾഡ്, ഐ ലൈക്ക് യുവർ സ്കെച്ചേഴ്സ്, യു ലൈക്ക് മീ മൈ. 1 2 3. എനിക്ക് പേടിയൊന്നും ഉണ്ടായിട്ടല്ല, ചെറിയൊരു പേടി. സാഡിസ്റ്റ് പുറകിലുണ്ട്. ഇത് പോസിറ്റീവ് വ്ളോഗ്. എൻ്റെ എക്സാം കഴിഞ്ഞ് പോസിറ്റീവ് ആയി. പതുക്കെ പോസിറ്റീവ് ആയി. ഒരു മെയ് ഒക്കെ ആകുമ്പോൾ അവസാനം. ഓക്കെ, സ്റ്റോറേജ് കഴിയാൻ വഴിയില്ല. നമ്മൾ
സിനിമ കാണുന്ന നമ്മൾ തയ്യാറെടുക്കുന്നത്. അടയത്തില്ല ഓക്കോ ये भगवान वो बैंड बज जाएगी बैग की കേറാത്ത സാധനം കുത്തി കെട്ടി കൊലപാതകം ചെയ്യുക. നമ്മൾ എത്തി ഗൈസ്. ട്രെയിലർ സോ ഗൈസ് നമ്മൾ ആലപ്പുഴ ജിംഖാന കണ്ടിറങ്ങിയിരിക്കുന്നു. എങ്ങനെയുണ്ട് റിവ്യൂ? നല്ല പടമായിരുന്നു. നല്ല പടമാണ്, കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മളിനി മേഘ്ന ബിരിയാണി എന്തെങ്കിലും കഴിക്കാനുള്ള ഫുഡ് അടിക്കണം. ഓക്കെ. വിശക്കണു കുന്നങ്ങ താത്ത് അല്ലല്ല, വിശക്കണുവിന്റെ വീട് എവിടാ? അങ്ങനെ ഡയലോഗ് ഉണ്ട്. എന്താ മോന്റെ പേര്? വിശക്കണുവിന്റെ വീട് എവിടാ? ഓക്കെ ഗൈസ്, ഗണപതി അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഗണപതിനെ. നമ്മൾ നമ്മുടെ വണ്ടി ഇട്ടെടുത്ത് പോവുകയാണ്. നമ്മൾ മൂന്ന് വഴിക്കാ പോകുന്നത്. ഓക്കെ ഗൈസ്, എല്ലിലാണ് നമ്മൾ പാർക്ക് ചെയ്തത്. നമ്മുടെ വണ്ടിയിലേക്ക് കിടക്കാം. നമ്മള് മേഘ്ന ബിരിയാണി എവിടുത്തെ ഇതിലാ പോന്നെ? മരത്തള്ളി അവിടെ എവിടെ വണ്ടി ഇടും? പക്ഷേ പാർക്കിംഗ് ഉണ്ടോ? നമ്മള് മാപ്പ് ഇടുകയാണ്. നമ്മള് നമ്മുടെ ജീവിതം 2 ടെക്കീസിനോടാണ്. കൊള്ളാം ഗൈസ്, നല്ല പടമായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാവരുടെയും പെർഫോമൻസ് അടിപൊളിയായിരുന്നു. എനിക്ക് ഗണപതി രണ്ടുപേരും കൊള്ളാം, നല്ല രസമാണ്. അവരുടെ അഭിനയം ഭയങ്കര നാച്ചുറൽ ഇറ്റ് വാസ് എ ഫൺ മൂവി. നല്ല എന്നുവെച്ചാൽ നമുക്ക് കണ്ടിരിക്കാൻ തോന്നും. നല്ല രസം എപ്പോ വന്നാലും നമുക്ക് കാണാം. ഞാൻ ഇട്ടില്ല. ഓക്കെ, നമ്മളിനി നമ്മുടെ ഡെസ്റ്റിനേഷൻ നമ്പർ 2 പോകണം. തീറ്റ മത്സരം. നമ്മുടെ പേജാണ് ഇവിടെ ഫാസ്റ്റ് ആക്കുന്നതാണ്. നമ്മൾ എക്സിറ്റ് ആവാം. പക്ഷെ നമ്മുടെ വ്ളോഗ് ഇവിടെ തീരുന്നില്ല. നമ്മൾ പാർട്ട് 2 പോകുന്നതേ ഉള്ളൂ. कौन सा मीम में आता है? ഒരു നട്ടുച്ച വെയിലത്ത് ഇറങ്ങിയിരിക്കും. പക്ഷെ ഇന്ന് അത്ര വെയിലില്ലല്ലേ? പിന്നെ നമുക്ക് കാലാവസ്ഥ അനുകൂലമാണ്, ട്രാഫിക് അനുകൂലമാണെന്ന് തോന്നുന്നു. ഇന്ന് പുറത്തിറങ്ങുന്നത് അറിയാം. പക്ഷെ സൺഡേ ആയതുകൊണ്ട് കുഴപ്പമില്ലായിരിക്കും. ഇന്ന് സൺഡേയാ? സാറ്റർഡേ. സോറി ദിവസം മറന്നിരിക്കുന്നു. ഇതാണ് ലൈഫ് വിത്ത് ടെക്കീസ്. ഏത് ദിവസമാണെന്ന് പോലും അറിയത്തില്ല. इनको समय नहीं पता, क्यों पता? नहीं पता. നമ്മുടെ മണിപ്പാലിലെത്തിയിരിക്കുന്നു. മണിപ്പാൽ ഹോസ്പിറ്റൽ. ट्रैफिक ज्यादा है? ट्रैफिक नॉर्मल है. नॉर्मल है. दिस इज नॉर्मल इन बेंगलुरु है. नॉर्मल इन बेंगलुरु. മറ്റേ പാട്ട് വെച്ചാലോ? ചൂളം ചുറ്റി കാണും കനവാണി കോപ്പിറൈറ്റ്. അത് ശരിയാണല്ലേ? വീഡിയോ നീഡ്സ് ടു റിമൂവ്. ഓ, പക്ഷെ നമുക്ക് പാടാലോ. എന്നാലും വരും. കനവാണി ബാംഗ്ലൂർ. രണ്ടൊരു ചേട്ടൻ വട്ടം വെച്ചിരിക്കുന്നത്. ഒരു ചേട്ടൻ പുറകെ മണി അടിക്കുന്നു. ഹോണോട് ഹോണ്. 5 സെക്കൻഡ് ഒന്ന് താമസിച്ചാൽ പുള്ളിക്കാരൻ ഹോണടി തുടങ്ങും. ബാംഗ്ലൂർ വിട്ട് എല്ലാരും മൈസൂരിലോട്ട് പോവാ. ബംഗളൂരു. കൊത്തില്ല. ആത്തിയോ എന്തുവാ പറയുന്നേ? ആയിന്ന് പറയുന്നേ? ആയിത്തു. ഊട്ടമണി. അതെന്തുവാ? ഊട്ടാന്ന് പറഞ്ഞാ കഴിക്കുക. ഊട്ടമണി ഹോഗ. മനി ഹോഗ അല്ല, മന എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്.
അപ്പം ഊട്ട ആയിത്താന്ന് ചോദിച്ചാ കഴിച്ചോ, ആഹാരം കഴിച്ചോ? ഊട്ട ആയിത്ത ഊട്ട ആയിത്ത ആകലെ. ഓക്കെ ഗൈസ്, നമ്മള് കന്നഡയും പഠിച്ചിരിക്കുന്നു. ജീവിക്കാനുള്ള കന്നഡ. ഊട്ട ആഹാരം തരൂ, ഊട്ട. എനിക്ക് വിശക്കുന്നു എങ്ങനെ പറയും? എനിക്ക് അറിയത്തില്ല. ദിസ് ഇസ് റിയാലിറ്റി. ഇവരിപ്പം പറഞ്ഞത് ഫുഡ് ബർത്തിനി ബർത്തിനിന്നല്ല, ബർത്തിനി എന്ന് വെച്ചാൽ അറിയാവുന്നല്ലേ. ഈ ബിരിയാണി എങ്ങനെ ഫേമസ് ആയ? അങ്ങനല്ല, ഞങ്ങള് വന്നപ്പോ ഭയങ്കര ക്രേസ് ആയിരുന്നു ആൾക്കാർക്ക് മേഘ്ന ബിരിയാണി. ഞാൻ കഴിച്ചിട്ടുണ്ട്, പക്ഷേ നല്ല എരിവാ. ഭയങ്കര എരിവാ. ഞാൻ അറിഞ്ഞത് പേർലി മാണിയുടെ ഫേവറേറ്റ് ബിരിയാണി ഇൻ ബാംഗ്ലൂർ. ഓ, മേഘ്ന ബിരിയാണി. പേർലി മാണി പ്രൊമോട്ട് ചെയ്തു. നമ്മളിപ്പോൾ കഴിക്കാൻ പോകുന്നു. ടേസ്റ്റ് വേറെ ലെവലാണ്. ടേസ്റ്റ് വേറെ ലെവലാണ്. കുക്ക് ചേച്ചൻ ഭയങ്കര ഹമ്പിളാ ഗൈസ്. ചുമ്മാ ഞാൻ കോംപ്ലിമെന്റ് പറഞ്ഞപ്പോ ചുമ്മാ തന്നോ? ഇത് ഏതാ? പാലസ് അല്ല, ആശുപത്രി. ഇത് സത്യസായി ഹോസ്പിറ്റലാണ്. അത് കണ്ടിട്ട് പാലസ് വൈബ്സ് ആണ് വരുന്നത്. അപ്പം നമ്മള് ബസ്സിന്ന് ഇറങ്ങണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബെല്ലടിക്കണം. അല്ല, ആദ്യമേ ബസ്സിൽ കയറണം, എന്നാലേ ഇറങ്ങാൻ പറ്റൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരാൾ ഇങ്ങനെ വീട്ടിൽ കിടന്ന് ഉറക്കമായിരുന്നു. ജനലും കതകും എല്ലാം പൂട്ടി ഉറക്കമായിരുന്നു. പെട്ടെന്ന് ടക് ടക് എന്നൊരു സൗണ്ട് കേട്ടു. ഫസ്റ്റ് അയാൾ എന്ത് തുറക്കും? ജനല് തുറക്കും. ഓ, ഉറക്കത്തിന്ന് എണീക്കും, കണ്ണു തുറക്കും. ഒരു പോയിന്റ്. ജനൽ തുറക്കും. കഴിഞ്ഞ വർഷം അതിന്റെ ഫോർമുല എടുത്ത് പിടിച്ച് ശ്രദ്ധിച്ചു നമ്മുടെ ലെവലൊക്കെ ഇറങ്ങി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരമ്മ ഇങ്ങനെ അല്ല, ഒരു സംസാരിക്കാൻ കഴിവില്ലാത്ത ഒരാള് പാലപ്പം കഴിക്കാൻ വേണ്ടി, അല്ല പാലപ്പവും കാപ്പിയും കുടിക്കാൻ വേണ്ടി ഹോട്ടലിൽ പോയി. ഹോട്ടലിൽ പോയപ്പം ഹോട്ടലിലെ ആ പുള്ളിക്കാരൻ കോഫി കൊണ്ട് കൊടുത്തു. എന്നിട്ട് പുള്ളിക്കാരൻ ചോദിച്ചു കുടിക്കുന്നില്ലെന്ന്. അപ്പൊ അയാള് പേപ്പറിൽ 168 എന്ന് എഴുതി. എന്തിനാ എഴുതിയേ? ചിന്തിക്കോ? ഒന്നുകൂടെ പറയാമോ? കേട്ടില്ല. ഒരു ഹോട്ടലില് പുള്ളിക്കാരൻ നമ്മൾ ശ്രുതി ചേച്ചിക്ക് 2 പോയിന്റ്, കുക്കു ചാച്ചൻ 0. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു വീട്ടില് ഒരു കൊച്ചാണെങ്കില് മമ്മിയുടെ കൂടെ ഇങ്ങനെ തൂത്തോണ്ടിരിക്കുവായിരുന്നു മിറ്റം. അപ്പം വഴിയിലൂടെ ഒരാള് പോയി. അപ്പം അവിടെ കൊച്ചിന്റെ എന്താ പറയാ, അച്ഛനാണെങ്കിൽ പത്രം വായിച്ചോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ആ പോയ ആളെ കൊച്ചിനോട് ചോദിച്ചു, ഇത് ആരാന്ന് ചോദിച്ചു. അപ്പൊ കൊച്ചൊരു ഉത്തരം പറഞ്ഞു. അത് കഴിഞ്ഞ് ചോദിച്ചു, ആ മരത്തിൽ എന്താന്ന് ചോദിച്ചു. അപ്പോഴും കൊച്ചൊരു ഉത്തരം പറഞ്ഞു. ഓക്കെ, എന്താ ഒരു വാക്കിൽ? സെയിം. ആദ്യം എന്ത് ചോദ്യം ചോദിച്ചാ? ആ പത്രം വായിക്കുന്ന ആള് ആരാന്ന് ചോദിച്ചു. അപ്പൊ ഒരു ഉത്തരം പറഞ്ഞു. മരത്തിൽ എന്താ കിടക്കുന്നതെന്ന് ചോദിച്ചു. ഒരു ഫ്രൂട്ടാ. അപ്പോൾ ഒരു ഉത്തരം പറഞ്ഞു. അത് രണ്ടും ഒന്നാ. അപ്പൊ എന്തുവാ ഉത്തരം? ചിന്തിക്കൂ. Take your time. 2 hours later. 1 eternity later. ചിന്തിക്കൂ. അയ്യോ, പപ്പായ. ചീറ്റിംഗ്. പോട്ടെ, ഒരു മാർക്കല്ലേ. ജീവിച്ചു പോട്ടെ. എനിക്കിഷ്ടാ. ബേസിന് അധികം പ്രായമല്ല. 34 വയസ്സും കണ്ടേ ഉള്ളൂ. എന്നെക്കാളും 3 വയസ്സോടെ ഉള്ളൂ. എന്നിട്ട് അവര് എവിടെ എത്തി കൊക്കോ? നമ്മളൊക്കെ എവിടെ? റിസ്ക് എടുക്കാനും ബുദ്ധിയും വേണം. റിസ്ക് എടുക്കാൻ റെഡിയായിട്ട് ബുദ്ധിയില്ലേ കുഴപ്പമില്ല. ഞാൻ പറയാം, പ്രസൻസ് ഓഫ് മൈൻഡ് വേണം. നമ്മൾ സ്പോണ്ടേനിയസ്ലി അങ്ങനെ എടുക്കണം. എല്ലാം ഉണ്ടായിട്ടും കാര്യമില്ല. കൊറേ സാധനം എടുത്തിട്ട് അതിനകത്തുനിന്ന് വേണം നമ്മള്. ഫുട്ടേജ് ഒത്തിരി ഉണ്ടെങ്കിൽ നമുക്ക്
ചൂസ് ചെയ്യാവല്ലോ എന്തിടണ എന്തിടണ്ടെന്ന്. ഇത് എവിടാ നമ്മളിപ്പോ? ഇതിപ്പം മാർത്തഹള്ളി. മാർത്തഹള്ളിയിലോട്ട് പോവാ. ഇത് ECS കഴിഞ്ഞല്ലേ? ബ്രൂക്ക്ഫീൽഡ് ആ ഏരിയ, ബ്രൂക്ക്ഫീൽഡ് ECS. ഇപ്പൊ അങ്ങോട്ട് വരുമ്പോ കുന്തലള്ളി ഗേറ്റ്, പിന്നെ നമ്മുടെ ഏരിയ വരും. മീഗ്ന ബിരിയാണി നമ്മൾ ഓർഡർ ചെയ്യാൻ പോവാണ്. ഫൈനലി ഗൈസ് നമ്മള് മീഗ്ന ബിരിയാണി കഴിക്കാൻ വന്നു. ട്രാഫിക് ഒക്കെ അതിജീവിച്ച് നമ്മൾ എത്തിയിരിക്കുകയാണ്. ചിന്തയിലാണ് എന്നെ മേടിക്കും. വീഡിയോ ടേക്കിംഗ് സ്കിൽസ് 0. കുട്ടികൾക്ക് നാണം ഹേ. എനിക്ക് അത് കാണിച്ചാ മതി. ഓണ് ഇവിടെ ഡാൻസ് അവതരിപ്പിച്ചാൽ പ്രൈം സ്റ്റെപ്പാണ്. താങ്ക് യു. ഓക്കെ ഗൈസ് നമ്മളിവിടാണ് മേഘ്ന ഫുഡ്സ്. ഓക്കെ ഗൈസ് നമ്മുടെ സ്റ്റാർട്ടർ വന്നിരിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ട് ശ്രുതി ചേച്ചി എടുത്തിട്ടില്ല? ബിക്കോസ് നോയമ്പോ നോൺ വെജ് ഇല്ല, വെജിറ്റേറിയൻ ആണ്. ഓക്കെ ഗൈസ് ലെറ്റ്സ് സീ. നമ്മൾ കഴിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഒരു രക്ഷയില്ല, അടിപൊളി. പക്ഷെ ഇത് ഫുള്ള് കഴിച്ചു തീർക്കണമെങ്കിൽ നമ്മളൊരു വയറ് എക്സ്ട്രാ ഉണ്ടാക്കണം. ഭയങ്കര ഹെവി മീലായിപ്പോയി അല്ലേ? ബാംഗ്ലൂർ വരുന്നവരെ ട്രൈ ചെയ്യണം. മേഘ്ന. ശരി കഴിച്ചു. നമ്മളങ്ങനെ മേഘ്ന ബിരിയാണി കഴിച്ചു. നമ്മളിനി എങ്ങോട്ടാ പോകുന്നത്? നമ്മള് മേഘ്ന ബിരിയാണി കഴിച്ചു. ഇവര് രണ്ടുപേരും ബിരിയാണി കഴിച്ച് തളർന്ന് അത് ദഹിക്കാൻ വേണ്ടി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബിരിയാണി കഴിച്ച ഒരു ഉറക്കം മസ്റ്റ് അല്ലേ? മരത്തിന്റെ ചോട്ടിൽ പോവുക. നമ്മള് പാർക്കിൽ പോയി ഉറങ്ങാൻ പോവാ. ശ്രുതി ചേച്ചി പാട്ട് പാടും, നമ്മള് ഉറങ്ങും. അതെങ്ങനുണ്ട്? നല്ല ഐഡിയ അല്ലേ? പിന്നെ ചേച്ചി പാട്ട് പാടും, നമ്മൾ ഉറങ്ങും. കഴിച്ച് ക്ഷീണിക്കാന്നൊക്കെ പറയുന്നത് ഇതാണ് സത്യം. കഴിച്ച് വയറ് തന്നിട്ട് നടക്കാൻ വയ്യ. അയ്യോ, ഭയങ്കര ഹെവി ലഞ്ച് ആയിപ്പോയി. छोटे छोटे देश में बड़े पैसे बड़े बड़े हम बातें होती रहते हैं. തിരിച്ച് उल्टे छोटी बातें होती रहते हैं. ഇഷ്ടപ്പെട്ടോ? നല്ലതാണ് ബാംഗ്ലൂർ. ഓക്കെ ഗൈസ്, നമ്മള് കബൺ പാർക്കിൽ വന്നു. സി സൺ കിസ്ഡ്. ഓക്കെ, നമ്മള് എവിടാ പോകുന്നത് ഇനി? ചർച്ച് സ്ട്രീറ്റ്. ഞങ്ങൾ ഇവിടെ കുറെ നേരം കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തു. 2 മണിക്കൂർ നമ്മൾ കാറിൽ ഇരുന്നു.
ഇവിടെ ഒരു 5 മിനിറ്റ് ഇരുന്നു. ഇനി നമുക്ക് ചർച്ച് സ്ട്രീറ്റ് പോകാം. ഓക്കെ ഗൈസ് ബൈ. ഓക്കെ ഗൈസ് നമ്മളിപ്പോൾ ചർച്ച് സ്ട്രീറ്റ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ നടന്നു ഒരു വർഷമായി. ചൂടെടുത്തിട്ട് AC കൊണ്ട് എന്തെങ്കിലും കുടിക്കാൻ വന്നിരിക്കുക. അപ്പോൾ നമ്മളെ ബോബ ടീ കുടിക്കാൻ വന്നതാണ്. Wow, nice clouds. How do you feel, Mr. Rich. Kuku? Tired and great. Tired? Yes. Are you tired? Yes. Are you tired? Yes, we are tired. അവിടെ കപ്പിൾസ് ഷൂട്ടിംഗ്. മുമ്പേ പോകുന്നതാണ് തലേവർ. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുന്നു. ലാസ്റ്റ് വീഡിയോ ഓഫ് ദ വ്ളോഗ്. അത്യാവശ്യം കാറ് വയ്ക്കുന്നു. നമുക്ക് റൂമിൽ പോകാം. നമ്മൾ രാവിലെ പോയതാണ്, ഇപ്പം രാത്രിയായി. രാവിലെ നമ്മളൊരു 9:30 ആയപ്പം ഇറങ്ങിയത്. പട്ടീസ് ഇതിനകത്ത് പട്ടിയുണ്ടോ? ഈ വ്ളോഗ് ഇവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കാം. ഇത്രത്തോളം ഞങ്ങളെ കണ്ടിരുന്നതിന് താങ്ക് യു. ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽസ്. ബൈ ഗൈസ്. അയ്യോ ബൈ ഗൈസ്.